ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് OET റൈറ്റിംഗ് ആയി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. അതിനു മുമ്പ് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. വീഡിയോയിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിൻസും ഫോറും എങ്ങനെയാണ് OET റൈറ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ്. സിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിനെ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തൊരു എപ്പോഴാണ് നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ടിങ് ടൈമിനെ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാനാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് നോക്കാം. സിൻസ് 2010, സിൻസ് ലാസ്റ്റ് സൺഡേ, since last day, since last week, since last month, since last year, since yesterday, since my childhood, since her teenage. ഇതൊരു പോയിന്റ് ഓഫ് ടൈം ആണല്ലേ. 2010 ഇയർ വരുമ്പോൾ ലാസ്റ്റ് സൺഡേ, ലാസ്റ്റ് ഡേ, വീക്ക്, മന്ത്, ലാസ്റ്റ് ഇയർ, യെസ്റ്റർഡേ, മൈ ചൈൽഡ്ഹുഡ്, അതെല്ലാം ഒരു പോയിന്റ് ഓഫ് ടൈമിനെ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ആ സമയം ഏത് ടൈം ആണോ അതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോഴാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. നമുക്കതിന്റെ എക്സാമ്പിൾസ് നോക്കാം. He has had the habit of smoking cigarettes since 2010. അതായത് 2010 മുതൽ അവന് സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെന്നാണ്. അതായത് പർട്ടിക്കുലർ ടൈം പറയുന്നുണ്ട് അവിടെ. പോയിന്റ് ഓഫ് ടൈം സിൻസ് 2010, 2010 മുതൽ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ അവിടെ നമ്മൾ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, മിസ്റ്റർ ടോം ഹാസ് ബീൻ കംപ്ലൈനിങ് ഓഫ് സ്റ്റൊമക് പെയിൻ സിൻസ് ലാസ്റ്റ് വീക്ക്. അതായത് ലാസ്റ്റ് ആഴ്ച മുതൽ, ലാസ്റ്റ് വീക്ക് മുതൽ ടോം എന്ത് പറയുന്നുണ്ട്, പെയിൻ, സ്റ്റൊമക് പെയിൻ കംപ്ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പർട്ടിക്കുലർ ഒരു ടൈം ഉണ്ട് അവിടെ, പോയിന്റ് ഓഫ് ടൈം, ലാസ്റ്റ് വീക്ക് എന്നൊരു പോയിന്റ് ഓഫ് ടൈം ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ സിൻസ് ആണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, മിസ്റ്റർ ജോൺ ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2010. അതായത് നമുക്ക് മിക്കവാറും OET റൈറ്റിംഗിൽ വരുന്നതാണ് ഡയബറ്റിക് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള കണ്ടീഷൻസ്. ഇപ്പം ഹൈപ്പർ ടെൻഷൻ എന്ന് തന്നിട്ടുണ്ടാകും, ഒരു ഹൈഫൻ 2010 എന്നുണ്ടാകും, DM എന്ന് കാണും, 2012 എന്ന് കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മിസ്റ്റർ, അതായത് ഹൈപ്പർ ടെൻഷൻ ഇപ്പൊ DM 2012 തൊട്ടുണ്ടെന്ന് ജസ്റ്റ് ഇങ്ങനെ ഡയബറ്റിക് മെലിറ്റസ്, ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് ഹൈഫൻ 2012 എന്ന് നടക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അല്ലെ 2012 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഷീ ഹാസ് ഹാഡ് ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് സിൻസ് 2012 എന്ന് പറയാം. അത് ഒരു പോയിന്റ് ഓഫ് ടൈം ആയതുകൊണ്ട്. നെക്സ്റ്റ് വൺ, ഹി ഹാസ് ഹാഡ് ഫീവർ സിൻസ് ലാസ്റ്റ് വീക്ക്. അതായത് ലാസ്റ്റ് വീക്ക് തൊട്ട് അവന് എന്തുകൊണ്ട് ഫീവർ ഉണ്ട്. അതൊരു പോയിന്റ് ഓഫ് ടൈമിനെയാണ്, അതുകൊണ്ടാണ് സിൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫോർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡ്യൂറേഷൻ, ഒരു പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു ഇത്ര നാളുകൾ എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ വീക്സ്, ഡേയ്സ്, അതുപോലെ അവേഴ്സ്, മിനിറ്റ്സ്, സെക്കൻഡ്സ്, അങ്ങനെ ഇത്ര അതായത് ഇത്ര മണിക്കൂറുകള്, ഇത്ര ദിവസങ്ങള്, അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം, അതിന് ഇത്ര ഡ്യൂറേഷന് പറയുന്നത്. അങ്ങനെ ഡ്യൂറേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ്, പീരീഡ് ഓഫ് ടൈമിന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. 4 days, 4 weeks, hours, years, for the last 10 years. അത് വെച്ച് സെന്റൻസ് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ, മിസ്റ്റർ ജോൺ ഹാസ് ഹാഡ് osteoarthritis for the past 5 years. അതായത് പാസ്റ്റ് 5 years ആയിട്ട്, 5 വർഷങ്ങളായിട്ട്, അതായത് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ടൈം പീരീഡ്, ഒരു ഡ്യൂറേഷൻ ആണ്. ഫോർ ദ പാസ്റ്റ് 5 years ആയിട്ട് എന്നിട്ട് ജോണിന് osteoarthritis ഉണ്ട്. The second one, he has had the habit of consuming alcohol for the past 3 years. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് ഈ പാസ്റ്റ് 3 years എന്ന് പറയുന്നത്. അതിന് പകരം നമുക്ക് ഫോർ ദ ലാസ്റ്റ് 3 years എന്നും പറയാം കേട്ടോ. അപ്പോൾ he has had the habit of consuming alcohol for the past 3 years. അതായത് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് എന്തുണ്ട്, കൺസ്യൂമിങ് ആൽക്കഹോൾ എന്ന ഹാബിറ്റ് ഉണ്ട്. ദെൻ മിസ്റ്റർ ജേക്കബ് ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ ഫോർ 5 years. 5 വർഷങ്ങളായിട്ട് മിസ്റ്റർ ജേക്കബിന് എന്തുണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പൊ 4 എന്ന് പറയുന്നത് നമ്മളൊരു പീരീഡ്, ഒരു ഡ്യൂറേഷൻ, അതായത് പീരീഡ് ഓഫ് ടൈം, അതിന്റെ ടൈം ഡ്യൂറേഷൻ കുറച്ച് വർഷങ്ങള്, ദിവസങ്ങള്, മാസങ്ങള്, മന്ത്സ്, വീക്സ്, ഡേയ്സ്, അങ്ങനെ കുറച്ച് ഡ്യൂറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 യൂസ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ സിൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം, അതായത് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്തെ കാണിക്കാൻ ആണ് പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിൻസ് എന്ന് പറയുമ്പോൾ പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാനും, പിന്നെ നമുക്ക് ഫോർ യൂസ് ചെയ്യുന്നത് പീരീഡ് ഓഫ് ടൈം, അതായത് ഡ്യൂറേഷനെ കാണിക്കാനുമായിട്ടാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ OET റൈറ്റിംഗിൽ മിക്കവാറും നമുക്ക് ഫോറും സിൻസ് യൂസ് ചെയ്ത് നമുക്ക് സെന്റൻസസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് കെയർഫുൾ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. താങ്ക് യു.